ഓഗസ്റ്റ് 15 പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും കൊണ്ടാടുന്ന പുണ്യദിനം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസ എന്ന ആയുധത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിച്ച് ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് ഉയർത്തെഴുന്നേറ്റതിൻ്റെ പാവനസ്മരണയും തലമുറകൾ ആകാംക്ഷയോടെ നോക്കിപ്പാർത്തിരുന്ന രക്ഷകന് ജനിക്കാൻ ഇടമൊരുക്കി അവൻ്റെ കുരിശിൻ്റെ വഴിയിൽ ശക്തിയായി ഇന്ന് സ്വർഗത്തിൽ നമ്മുടെ അഭിഭാഷകയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണവും നാം സമുചിതമായി കൊണ്ടാടുകയാണ്. ആദ്യമേ തന്നെ ഏവർക്കും ഭാരതാംബയുടെ 78ാം സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. മാനവ മക്കളുടെ പാവപരിഹാരത്തിനായി സ്വർഗം വിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ മിശിഹായിക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടം നൽകിയവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മംഗളവാർത്ത മുതൽ ഗാഗുൽത്ത വരെ ദാസിയായി തീർന്നവൾ. പ്രതിബന്ധങ്ങളെ കണ്ട് ഭയന്നോടാതെ തൻ്റെ പുത്രൻ്റെ സഹന വഴിയെ നിശബ്ദയായി അനുഗമിച്ചവൾ. ആ തിരുസുധനെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും പരിഹാസവാക്കുകളാൽ പുച്ഛിച്ചപ്പോഴും കാർക്കിച്ച് തുപ്പിയപ്പോഴും തൻ്റെ പുത്രൻ്റെ അപമാനത്തിൽ പങ്കുപറ്റുവാൻ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഓടിയെത്തിയ അമ്മ. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം പരിശുദ്ധ അമ്മയുടെ പാവന ശരീരം ഈ ലോകത്തിൽ അഴുകിപ്പോകുവാൻ ആ പുത്രൻ അനുവദിക്കാതിരുന്നത്. സ്വാതന്ത്ര്യം അതിൻ്റെ തനിമേൽ ജീവിച്ചു കാണിച്ചവളാണ് പരിശുദ്ധ അമ്മ. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി, ജീവൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദൈവം തയ്യാറാക്കിയ പദ്ധതിയോടും ദൈവഹിതത്തോടും സഹകരിച്ചുകൊണ്ട് ദൈവിക ജീവന് വേണ്ടി നിലകൊണ്ടവളാണ് പരിശുദ്ധ അമ്മ. നന്മ തിരഞ്ഞെടുത്ത അമ്മയുടെ ജീവനിലാണ് മനുഷ്യാവതാരം നടക്കുക. നന്മ തിരഞ്ഞെടുക്കുന്നിടത്ത് ജീവൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തൻ്റെ ജീവിത പരിമിതികൾക്കിടയിലും എലിസബത്തിനെ സന്ദർശിക്കുന്നതും സഹായിക്കുന്നതും മാതാവിൻ്റെ സ്വാതന്ത്ര്യം പ്രകടമാക്കുന്നു. ജീവൻ്റെ അപ്പത്തെ ശത്രുവിൽ നിന്ന് രക്ഷിക്കുവാൻ അന്യനാട്ടിൽ അഭയം തേടുന്നതും മാതാവിൻ്റെ ജീവനോടുള്ള പ്രതിബദ്ധത സൂചിപ്പിക്കുന്നു. നന്മ ചെയ്യുമ്പോൾ, ജീവൻ തിരഞ്ഞെടുക്കുമ്പോൾ നാം എല്ലാം ജീവൻ്റെ അപ്പമായി മാറുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ തകരുന്ന ഒരു കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യം ഒരു സ്വാന്തനമായി മാറി. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം അടുക്കളമുറ്റത്ത് അരങ്ങേറിയതിന് പിന്നിൽ മാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിപൂർണത പ്രകടമാകുന്നു. മകനെ കാണാതെ നടന്ന് ഒടുവിൽ കണ്ടെത്തുമ്പോൾ അവൾ പ്രകടിപ്പിക്കുന്നത് അമ്മയുടെ സ്വാതന്ത്ര്യമാണ്. ചുറ്റുമുള്ളവരെന്തു ചിന്തിക്കും, ദൈവപുത്രനല്ലേ അവൻ തുടങ്ങിയ ചിന്തകളൊന്നും അവളെ അലട്ടുന്നില്ല. പകരം ഉത്തരവാദിത്വമുള്ള ഒരമ്മ, നിശ്ചയമായി കാണിച്ചിരിക്കേണ്ട സ്വാതന്ത്ര്യബോധത്തിലേക്ക് അവൾ സ്വയം ഉയരുകയാണ്. ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്ന പക്ഷിയുടെ സ്വാതന്ത്ര്യം അതിൻ്റെ ചിറകുകളിലാണെന്ന് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷിയുടെ സ്വാതന്ത്ര്യം അതിൻ്റെ ചിറകുകളിൽ അല്ല, ഹൃദയത്തിലാണെന്ന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ആത്മീയതയുടെ അകക്കണ്ണ് വേണം. ഈ സ്വാതന്ത്ര്യദിനത്തിൽ എൻ്റെ സ്വാതന്ത്ര്യം നന്മ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് അമ്മ ജീവിച്ചതിന് ദൈവം നൽകിയ പ്രതിഫലമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ പരിപൂർണമായി ദൈവതിരുമനസ്സിന് ആമേൻ പറയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.